ഹായ് വിശുവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് എല്ലാം നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. മെയിനായിട്ടുള്ളത് കരിങ്കോഴി കുഞ്ഞാണ് കേട്ടോ. അതായത് കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് ഞാൻ മുൻപ് ഇതേപോലെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നെയ്യാറ്റിൻകര വഴി വരുന്ന സമയത്ത് ഞാനിവിടെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുമ്പോഴേ നമ്മൾ നെയ്യാറ്റിൻകര സ്റ്റേഡിയം ആണല്ലോ, സ്റ്റേഡിയം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇടത് സൈഡിലായിട്ട് നമ്മൾ അവിടെ നിന്ന് ബാലരാമപുരത്തിലോട്ട് വരുന്ന സമയത്ത് ഇടത് സൈഡിലായിട്ടാണ് ഈ കടയെ. ഞാനിതിൻ്റെ ലാസ്റ്റ് ആ കടയുടെ ബോർഡും അതുപോലെ നമ്പരും അവരുടെ ടൈം, അതായത് അവർ എത്ര മണിക്കാണ് കട ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ ക്ലോസ് ചെയ്യുന്ന സമയവും എല്ലാം അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വിശദമായിട്ടെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴി കുഞ്ഞുങ്ങൾ അവിടെ പോയി മേടിക്കുക. അപ്പോൾ ഈ കാണുന്നത് പാത്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് ഗ്രാമപ്രിയ, അതുപോലെ വനരാജ, ഗ്രാമലക്ഷ്മി, അങ്ങനെ വേണ്ട സകല ഐറ്റവും ഇത് ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരിങ്കോഴി കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം നല്ലതേ അടിപൊളി നല്ല ഗ്രോത്ത് ഉള്ളതാണ്, നല്ലതേ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ കരിങ്കോഴി കുഞ്ഞുങ്ങൾ കുറച്ച് സ്റ്റോക്കേ ഇപ്പോഴുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പോയി അത് മേടിക്കുക, താല്പര്യമുള്ളവരാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അതിന് നമുക്ക് കുറച്ച് നാടൻ കോഴി കുഞ്ഞുങ്ങളുണ്ട്. അത് മാത്രമല്ല പിന്നെ ഇവിടുത്തെ കുറച്ച് ഗിരിരാജ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഗിരിരാജ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഗിരിരാജയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇവരെല്ലാം ഇങ്ങനെ സൈഡ് ഒതുങ്ങി ഇങ്ങനെ അങ്ങ് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ നാടൻ കോഴി അതായത് കോഴി കുഞ്ഞുങ്ങളുമുണ്ട്, പിന്നെ നാടൻ കോഴി വലുതുമുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ അതിൻ്റെ അടുത്ത് കാണിച്ചു തരാമെന്ന് കുറച്ച് വലിയ നാടൻ കോഴിയുടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏകദേശം മുട്ടയിടാറൊക്കെ ആയിട്ടുള്ള സൈസുകളിലൂടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് വലിയൊരു ഫാം പോലെയാണ് കേട്ടോ. ഇത് റോഡ് സൈഡിൽ പക്ഷേ കുറച്ച് മാത്രമേ അവർ സെറ്റാക്കിയിട്ടുള്ളൂ. പല സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ബാലരാമപുരം നെയ്യാറ്റിൻകര റൂട്ട് പോകുന്നതുകൊണ്ട് പലർക്കും അറിയാൻ പറ്റും കേട്ടോ. ചില സമയങ്ങളിൽ ഒത്തിരി കോഴി കാണും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നാടൻ കോഴി കേട്ടോ. പൂനും പിടയും ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ച് പേര് ഇടയ്ക്കും ചോദിച്ചിരുന്നു, വാങ്കോഴി കുഞ്ഞുങ്ങളെ ബ്രോ എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് വേണം വരാൻ കേട്ടോ. ഞാൻ വരുന്ന സമയത്ത് ഇവിടുത്തെ ചേട്ടനെ പുള്ളി കാപ്പി കുടിക്കാൻ അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് നിന്ന് വേറൊരു ചേട്ടനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ നാടൻ കോഴികൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളത്. അത്യാവശ്യം വലിയ കൂടുമാണ്, അത്യാവശ്യം വലിയ കോഴികളുണ്ട് കേട്ടോ. അപ്പോൾ വാങ്കോഴികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. വാങ്കോഴി ഒരുപാട് കുഞ്ഞ് സൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ, അത്യാവശ്യം നല്ല സൈസുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. അദ്ദേഹത്തെ വിളിച്ചതിന് ശേഷം മാത്രം വന്ന് സാധനം മേടിക്കുക. പിന്നെ ഇതിൻ്റെ ടൈമും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഞാൻ ആ ബോർഡിൽ കാണിക്കാം. അതിൽ സമയവും കാര്യങ്ങളെല്ലാം മറക്കണ്ട. അപ്പോൾ മറക്കണ്ട, നെയ്യാറ്റിൻകര സ്റ്റേഡിയത്തിൻ്റെ തൊട്ടുപ്പുറം, അതായത് നമ്മൾ ബാലരാമപുരം പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ ചങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.